ഡോക്ടർ മോഹൻ വർഗീസ്, വീണ്ടും നമുക്ക് കേരളത്തിലേക്ക് വരാം. നോക്കൂ, പാലക്കാട്ടുണ്ടായ UDFിൻ്റെ വിജയം, തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് 2-2.5 മണിക്കൂർ മുൻപ് SDPI വാർത്താ സമ്മേളനം നടത്തുന്നു. ഞങ്ങൾ വോട്ട് ചെയ്തത് UDFിനാണെന്ന് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ധാരണയിലുണ്ടായിരുന്നു, രാഷ്ട്രീയ മര്യാദ കൊണ്ട് അത് പുറത്തു പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുൻപേ SDPI ആഹ്ലാദ പ്രകടനം നടത്തുന്നു. നേരത്തെ ശ്രീ സേനാപതി വേണുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ലാഘവത്തോടെ ആ ചോദ്യത്തെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. അവർക്ക് അതിനുള്ള അവകാശമുണ്ടല്ലോ, അവർ ചെയ്തോട്ടെ, ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് SDPI നടത്തിയതെന്ന് പറഞ്ഞു. പക്ഷേ അതുണ്ടാക്കി വെക്കുന്ന രാഷ്ട്രീയ അപകടം എന്താണ്? ശ്രീകൃഷ്ണരാജ്, ഇവിടെ ഒരു പോളറൈസേഷൻ, ന്യൂനപക്ഷ ധ്രുവീകരണം കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ UDFിന് അനുകൂലമായി സംഭവിച്ചു എന്നത് തള്ളിക്കളയാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. ഈ 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ കടന്നു വരുന്ന മുസ്ലിം കൺസോളിഡേഷൻ പ്രകടമാണ്. 22.2% മുസ്ലിങ്ങളാണ് ആ മണ്ഡലത്തിലുള്ളത്. അതിൻ്റെ സിംഹഭാഗവും ഷാഫി പറമ്പിലിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണ്. അതേ ആളുകൾ തന്നെ ആ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്ന് വ്യക്തമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നു. അവിടെയാണ് ഈ സോഷ്യൽ എൻജിനീയറിംഗ്, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള ആ ഒരു എൻജിനീയറിംഗ്, ആ എൻജിനീയറിങ്ങിലെ ചില കക്ഷികളെ SDPI പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഘടകങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ന്യായാന്യായങ്ങളും അതിന് പിന്നിലുള്ള ചേതോവികാരങ്ങളുമാണ്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ കേരള രാഷ്ട്രീയത്തെ ഒരു വലിയ ഒരു വർഗീയമായൊരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു. താൽക്കാലികമായി ഇലക്ട്രൽ വിക്ടറി തന്നെയാണ്. ആ വിജയത്തെ വില കുറച്ച് കാണാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ വിജയം അല്ലെങ്കിൽ ഗംഭീര വിജയം, കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വിജയത്തിൻ്റെ 4 ഇരട്ടിയിൽ കൂടുതൽ വോട്ടിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായും UDFിന് ആഹ്ലാദിക്കാം, അഭിമാനിക്കാം. അതേസമയം അതുയർത്തുന്ന, ശ്രീ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ അതുയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ഭാവിയിൽ വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ വളരെ വലിയ തോതിലുള്ള ധ്രുവീകരണത്തിൻ്റെ സൂചനയാണോ? അവിടെയാണ് ഈ ചോദ്യം. അതുകൊണ്ട് LDFിനും ഇതിൽ നിന്നും മാറി നിൽക്കാനാവില്ല. LDF നോക്കൂ, LDFും യഥാർത്ഥത്തിൽ ഈ സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലുമൊക്കെ പരസ്യം ചെയ്തത് വഴി LDFും ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് ഈ ചേരിതിരിവാണ്. മുസ്ലിം ജനസാമാന്യത്തിൻ്റെ മനസ്സിലേക്ക് ഇറങ്ങാനുള്ളൊരു ശ്രമം LDFും നടത്തി. പക്ഷേ അത് ജനം തിരസ്കരിക്കുകയും ആ LDFിന് അനുകൂലമായിട്ടല്ല, പൂർണ്ണമായി UDFിന് അനുകൂലമായ ഒരു മുസ്ലിം കൺസോളിഡേഷൻ അവിടെ സംഭവിച്ചു. അതേസമയം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഒരു പരിധിവരെ BJPക്ക് അനുകൂലമായി സംഭവിക്കും എന്ന പ്രതീക്ഷ അവിടെ അസ്ഥാനത്തായി. ആ മുനമ്പം വിഷയം ആ രൂപത്തിൽ കാര്യമായി പ്രഭാവം ചെലുത്തിയതായി ഇവിടെ കാണാനാവില്ല. അതുകൊണ്ട് ഈ മാൻഡേറ്റിനെ ഈ ഒരു വർഗീയ രീതിയിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യുക, വർഗീയതയുടെ പ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ ഇവിടെ അഡ്വാൻറ്റേജ് UDF സർട്ടൻലി. പക്ഷേ അത് ശരിയായ ദിശയിലാണോ എന്നറിയില്ല. പക്ഷേ ലെറ്റ് us all congratulate UDF. കാരണം അഭിമാന പോരാട്ടം തന്നെയായിരുന്നു. LDFിന് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നതല്ലാതെ വിജയിച്ചു വരാം, 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. BJPയുടെ കോർ കോമ്പിറ്റൻസി, കോർ വോട്ടുകളിൽ ചെറിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചു. അതൊരു പക്ഷേ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഖ്യാതനായ സ്ഥാനാർത്ഥി ശ്രീ ശ്രീധരന് ലഭിച്ച പേഴ്സണൽ വോട്ടാണ്. പാലക്കാട് നഗരസഭയിൽ ലഭിച്ച വലിയ മുൻതൂക്കം കഴിഞ്ഞ പ്രാവശ്യം 6800 വോട്ടിൽ പരം മുൻതൂക്കം ലഭിച്ചത് ഇപ്രാവശ്യം ഉണ്ടായില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ലേശം മുൻതൂക്കം ലഭിച്ചു. അപ്പോൾ അവിടെ നള്ളിഫൈ ചെയ്യപ്പെട്ടു. പിന്നീട് പഞ്ചായത്തുകളിലെ വലിയ മുന്നേറ്റം UDFിന് മുതൽക്കൂട്ടായി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ ഓർക്കൂ, ഉപതെരഞ്ഞെടുപ്പുകളെ, ശ്രീ കൃഷ്ണരാജ് ആൻഡ് രോഹിണി, ഉപതെരഞ്ഞെടുപ്പുകളെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ, ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ അവിടെ യാതൊരു മാറ്റവും അവിടെ ഉണ്ടായില്ല. വയനാട് പ്രതീക്ഷിക്കപ്പെട്ട ഭൂരിപക്ഷം അത് UDFിന് ലഭിച്ചു എന്ന് പറയാം. രാഹുൽ ഗാന്ധി 2019 നേടിയ 4,31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടക്കാൻ പ്രിയങ്ക കഴിഞ്ഞില്ല. അത് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവാണ്. അതുപോലെ 3,64,000 വോട്ടിൻ്റെ 2024 ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ലഭിക്കുകയുമുണ്ടായി. അതുകൊണ്ട് UDFിന് ആശ്വസിക്കാം. പക്ഷേ LDFിന് ആശ്വസിക്കാൻ വകയില്ല. കാരണം LDFിൻ്റെ വോട്ട് ഷെയർ ഭീതിതമായ രീതിയിൽ കുറഞ്ഞതുകൊണ്ടാണ്
പ്രിയങ്ക ഗാന്ധിക്ക് ഇത്രയും വലിയ 8000-ലേറെ വോട്ടുകളുടെ കുറവുണ്ട്. ചേലക്കരയിലും വോട്ടുകളുടെ ആകെ എണ്ണത്തിൽ LDF കുറവുണ്ട്. 12,000 വോട്ടിന് വിജയിച്ചു എന്ന് പറയുന്നത് അഭിമാനകരമായ നേട്ടമാണ് തീർച്ചയായും. പക്ഷേ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് കേവലം 12,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് LDF ചുരുങ്ങിയത് എന്ന് പറയുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരത്തെ തള്ളിക്കളയാനാവില്ല. ശ്രീ കെ മുരളീധരനും അതുപോലെ മറ്റു ചില ആളുകളും എന്ത് പറഞ്ഞാലും ശരി, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അത് വേണ്ട പോലെ അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ UDF കഴിഞ്ഞില്ല. പ്രധാന കാരണമെന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിയുടെ മികവാണ്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഏശിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ശ്രീ UR പ്രദീപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം, അല്ലെങ്കിൽ അദ്ദേഹം ശാന്തനായ പ്രൗഢഗംഭീരനായ ഒരാളാണ്. ഈ കെ രാധാകൃഷ്ണൻ്റെ ആ ഒരു തലയെടുപ്പ് ഒരുപക്ഷെ ഉണ്ടായില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം മുൻപ് MLA ആയിരുന്ന ആളാണ്, സൗമ്യനാണ്, സൗമ്യ വ്യക്തിത്വമാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ഒരു മികവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ പാലക്കാടെക്കുറിച്ച്. പാലക്കാട് എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് പോകുന്നത്. C കൃഷ്ണകുമാർ സൗമ്യനാണ്, ഒരുപക്ഷെ പാലക്കാട് ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺടാക്റ്റ് ഉള്ള ആളാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നോ എന്നത് വളരെ രണ്ട് ചോയ്സ് ഉണ്ടായിരുന്നു. സാക്ഷാൽ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അതുപോലെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ആ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് വൈകാരികമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അന്തരീക്ഷം ഭാരതീയ ജനതാ പാർട്ടി നഷ്ടപ്പെടുത്തിയോ എന്ന ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും BJPക്കുള്ളിലും പുനർവിചിന്തനം നടത്തേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയം ഏത് രൂപത്തിലാണ് നടന്നത്, ഉദ്ദേശിച്ച ഫലം ചെയ്യുകയുണ്ടായില്ല എന്നൊരു പ്രതീതിയാണ്. പക്ഷേ ഇവിടെ തൽസ്ഥിതി തുടരുന്ന ഒരവസ്ഥയുണ്ടായി. കോൺഗ്രസ് 1-ാം സ്ഥാനത്ത്, BJP 2-ാം സ്ഥാനത്ത്, LDF 3-ാം സ്ഥാനത്ത്. പാലക്കാട് വയനാടിൽ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്ത് വന്നത് CPI സ്ഥാനാർത്ഥി. ഇവിടെ CPIക്ക് ഒരു പരിഭവം ഉണ്ടാകും. CPMൻ്റെ കാഡർ വേണ്ടതുപോലെ CPIക്ക് വേണ്ടി പ്രവർത്തിച്ചോ? സത്യൻ മുഖേരിയെ പോലെ ഒരു വലിയൊരു നേതാവ്, അദ്ദേഹത്തെ കുരുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം മുൻപ് ആനി രാജ മത്സരിച്ചപ്പോൾ വീണ്ടും വരാത്തത് ഒരു പക്ഷെ വലിയൊരു തിരിച്ചടിയായിട്ടുണ്ടാവാം. കാരണം പ്രിയങ്ക മത്സരിച്ചത് കൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതാവില്ലേ? സത്യൻ മൊകേരിക്ക് അതൊരു വലിയ തിരിച്ചടിയായിട്ടുണ്ടാവില്ല. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും മൊകേരിക്ക് വേണ്ടി എവിടെ ആരും പ്രചരണത്തിനിറങ്ങിയോ പോസ്റ്ററുകൾ പോലും വരികയോ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഗംഭീര പോരാട്ടം, സ്ത്രീകൾ തമ്മിലുള്ളൊരു പോരാട്ടം നടക്കേണ്ട ഒരു മണ്ഡലമാണ്. അവിടെ മത്സരിക്കേണ്ടിയിരുന്നത് എന്ന് പലരും കരുതുന്നത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആനി രാജ CPIക്ക് വേണ്ടിയും ശോഭാ സുരേന്ദ്രനെ പോലെ തലയെടുപ്പുള്ള ഒരാൾ BJPക്ക് വേണ്ടിയും മത്സരിക്കുമ്പോൾ കടുകട്ടി പോരാട്ടം അവിടെ ഉണ്ടാകുമായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരുപക്ഷെ 4 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമായി കുറച്ചുകൊണ്ട് വരാനെങ്കിലും കഴിയുമായിരുന്നു എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പാർട്ടികളുടെ കയ്യിലാണല്ലോ. ഇത് നിരീക്ഷിക്കുക എന്നത് കഴിഞ്ഞാൽ പാർട്ടികൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ ഈ ചേലക്കരയിൽ ക്രെഡിറ്റ് LDF കൊടുത്തേ മറ്റു. അത് ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും ഫുൾ ക്രെഡിറ്റ് ടു LDF. UDF ക്രെഡിറ്റ് തീർച്ചയായും വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ 4 ലക്ഷം വോട്ടിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായും അഭിമാനകരമായ നേട്ടമാണ്. പാലക്കാട് യു ഹാവ് ടു ഗിവ് ആബ്സല്യൂട്ട് ക്രെഡിറ്റ് ടു UDF മെഷീനറി. പക്ഷേ അതിനുപയോഗിച്ച മാർഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ തോതിലുള്ള ഈ ന്യൂനപക്ഷ ഒരു ഏകീകരണം സംഭവിച്ചുവെങ്കിൽ അത് ശരിയായ ദിശയിലാണോ, ധാർമ്മികമായ ദിശയിലാണോ ഈ കേരള രാഷ്ട്രീയം പോകുന്നത് എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ട സമയമായി എന്നാണ് ശ്രീകൃഷ്ണ ഞാൻ വിചാരിക്കുന്നത്.